ഒരു ദൈവ പൈതലിന് കർത്താവ് ചില കാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പത്രോസിനോട് പറയുകയാണ്, എൻ്റെ ആടുകളെ മേയ്ക്കാം. എൻ്റെ ആടുകളെ, കർത്താവ് കുറച്ച് ആടുകളെ കൊടുക്കുകയാണ്. ഇവരെ മേയ്ക്കാം, ഇവരെ നീ ലീഡ് ചെയ്യണം, ഇവരെ നീ നയിക്കണം. എവിടെ ആര് പ്രസംഗിച്ചാലും വചനമല്ലേ, അങ്ങനെയല്ല എടുക്കേണ്ടത്. ആര് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയല്ലേ, അങ്ങനെയല്ല എടുക്കേണ്ടത്. ആരാണ് പ്രാർത്ഥിക്കുന്നത്, ആരാണ് പ്രസംഗിക്കുന്നത് എന്നറിയണം. ആരെങ്കിലുമൊക്കെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചാൽ എല്ലാവരുടെ കയ്യിലും തല കൊണ്ട് കൊടുക്കരുത്. അതിനകത്തിരിക്കുന്നത് ഭൂതമാണോ പരിശുദ്ധാത്മാവാണോ എന്ന് അറിയില്ല നിങ്ങൾക്ക്. ഫലത്തെ കണ്ട് വൃക്ഷത്തെ തിരിച്ചറിയണം. ഫലത്തെക്കുറിച്ച് അറിയാത്ത വൃക്ഷത്തിൻ്റെ അടുത്ത് പോയി നിന്ന് അതിൻ്റെ കായെല്ലാം പറിച്ച് തിന്നരുത്. ആദ്യം ഫലം എന്താണെന്ന് അറിയണം. നല്ല ഫലമാണോ, മോശം ഫലമാണോ, നല്ല വൃക്ഷമാണോ, മോശം വൃക്ഷമാണോ എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം തീരുമാനിക്കണം. എനിക്കിവിടെ പോകാം, ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം, ഇവിടെ നിന്ന് ഉപദേശം കേൾക്കാം, ഇവിടെ നിന്ന് ആലോചനകൾ കൈക്കൊള്ളാം, ഇവിടെ നിന്ന് വചനം സ്വീകരിക്കാം, ഇവിടെ പ്രാർത്ഥനാപേക്ഷകൾ കേൾക്കാം, ഉപദേശം ചോദിക്കാം എന്ന് തീരുമാനിക്കണം. ആത്മീക ലോകം നശിച്ചു കിടക്കുകയാണ്. വിശ്വാസികൾക്ക് ദിശാബോധമില്ല, നടത്തുന്നവർക്കും ദിശാബോധമില്ല. ആ രീതിയിൽ ആത്മീയ ലോകം നശിച്ചു കിടക്കുകയാണ്. അലഞ്ഞു തിരിഞ്ഞ് നടക്കരുത്. ദൈവം നിർത്തിയെടുത്ത് നിൽക്കുക, ദൈവം നിയമിച്ചതിനെ ഏറ്റെടുക്കുക, ദൈവം തന്നതിനെ സ്വീകരിക്കുക. അടങ്ങിയിരുന്ന് ദൈവനാമത്തിൽ കാത്തിരുന്ന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തുന്നതിനനുസരിച്ച് നടക്കുക.